Hello guys, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഈ ഫോൺ ഇറ്റ് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് മൊബൈൽ ഫോൺ. ഏതായിരിക്കും ഈ ഫോൺ? Galaxy Z Fold 3. This is the future of mobile phone. This is a remarkable showcase of technology and innovation from Samsung. So let us unbox this. ഇതാണ് Galaxy Z Fold 3യുടെ ബോക്സ്. ഒരു സ്ക്വയർ ടൈപ്പ് ബോക്സ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ഫോൺസിനെല്ലാം ഒരു ബോക്സ് ടൈപ്പാണ്. ഇത് പക്ഷേ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇത് 256 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ്, 12 GB ആണ് റാം. ഇത് ഫാൻറ്റം ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ്. ആക്ച്വലി 3 കളർ അവൈലബിൾ ആണ്: ഫാൻറ്റം ബ്ലാക്ക്, ഫാൻറ്റം സിൽവർ, ഫാൻറ്റം ഗ്രീൻ. ഇത് ഫാൻറ്റം ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. ഒരു സ്പെഷ്യൽ കളറാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ്. നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു ഫോൺ ഒരു ഓപ്പൺ പൊസിഷനിലാണ് ഇത് വെച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉള്ളി. വെരി നൈസ്, വെരി ഡിഫറെൻറ്റ്. ഇത് ഓപ്പൺ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് തൽക്കാലം ഈ ഫോൺ ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്തൊക്കെയുണ്ട് ബോക്സിൽ എന്ന് നമുക്ക് നോക്കാം. ഈ ബോക്സിനകത്ത് സാംസങ് ഒരു ചെറിയ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബോക്സിൽ അവർ ഇതിൻ്റെ വെളിയിൽ കാണിച്ചിട്ടുണ്ട് ഒരു സിം ഇജക്ടർ ടൂള് ഇവിടെ ഉണ്ട്. അതുപോലെ ഇതിനകത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. വേറെ ഒരു USB ടൈപ്പ് C ഒരു കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ബോക്സിനകത്ത് അഡീഷണലായിട്ട് സാംസങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ ഇപ്പോഴത്തെ ട്രെൻഡായ ചാർജിങ് ബ്രിക്ക് സാംസങ്ങും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എല്ലാവരും ഓർത്തിരിക്കണം. ഈ ഫോണിൻ്റെ കൂടെ ചാർജിങ് ബ്രിക്ക് വരുന്നില്ല. ഇത് സാംസങ്ങിൻ്റെ ഒറിജിനൽ കേസാണ്. ഈ ഫോൺ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ഫോൺ ആക്ച്വലി പെൻ സപ്പോർട്ടഡ് ആണ്. നമ്മുടെ ഗാലക്സി നോട്ട് പോലെ ആക്ച്വലി നമുക്ക് പെന്നും ഇതിനകത്ത് സപ്പോർട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഈ ഒരു കേസ്, ഒറിജിനൽ കേസിൻ്റെ കൂടെ അവർ ഒരു പെന്നും കൊടുക്കുന്നുണ്ട്. ഇത് എസ് പെന്നാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഇൻബിൽഡായിട്ട് ഇല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. ഈ കേസും അതുപോലെ ചാർജറും എല്ലാം നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. ഇപ്പോൾ പ്രീ ഓർഡറിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് ഈ ഒരു പെന്നും ഈ ഒരു കേസും. അതുപോലെ ഒരു ഗാലക്സി ബഡ്സ് പ്രോയും ലഭിക്കുന്നതാണ്. ഇത് റിമെമ്പർ ഓൺലി പ്രീ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം. അത് ഓൾറെഡി പ്രീ ഓർഡറൊക്കെ ചില രാജ്യങ്ങളിൽ കഴിഞ്ഞു, ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇത് നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടതാണ്. ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ്. പ്രീ ഓർഡർ ലഭിക്കുന്നവർക്ക് അത് ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി Z Fold 3. വളരെ ഇൻട്രസ്റ്റിംഗ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീലിംഗ് എന്ന് പറയുന്നത് എക്സലൻറ്റ്. കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീലിംഗ് ഈസ് മച്ച് ബെറ്റർ എന്ന് നമുക്ക് വേണ്ടി പറയാം. ആക്ച്വലി ഫോൾഡ് 2ൻ്റെ ഈ ഹിഞ്ച്, ഈ ക്ലോസ് പാർട്ട് ആക്ച്വലി ഇച്ചിരി വലുതായിരുന്നു. പക്ഷേ ഈ ഫോൾഡ് 3 വന്നപ്പോൾ ഇത് ഇച്ചിരി സ്ലിമ്മായി. അപ്പോൾ ഈ ഗ്യാപ്പ് കുറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ആക്ച്വലി സ്ക്രീനാണ്. ഇതൊരു 6.2 ഇഞ്ച് 2268x832 പിക്സൽ ഡെൻസിറ്റി ഉള്ള ഒരു ഡൈനാമിക് ആമോലെഡ് സ്ക്രീനാണ് ഇവർ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6.2 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഗൊറില്ല ഗ്ലാസ് 6നെ അപേക്ഷിച്ചൊരു 50% മോർ ടഫറാണ് ഈ ഗ്ലാസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീൻ. ഒരു വളരെ നല്ല സ്ക്രീനാണ്. അതായത് ആമോലെഡ് സ്ക്രീനാണ്. അതായത് ഒരു നാരോ സ്ക്രീനാണ്. അതായത് ഒത്തിരി
വൈഡായിട്ടുള്ള സ്ക്രീനല്ല, നാരോ സ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു വലിയ സ്ക്രീനാണ്. അതായത് ഒരു ടാബ്ലറ്റ് സൈസിലുള്ള 7.6 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു സ്ക്രീനാണ്. വളരെ ഫുൾ ഇമേഴ്സീവായിട്ടുള്ള, അതായത് ഫുൾ സ്ക്രീൻ നമുക്ക് കിട്ടുന്ന ഒരു സ്ക്രീനാണ്. 7.6 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. 2208x1768 പിക്സൽ റെസൊല്യൂഷനുള്ള ഡൈനാമിക് ആമോലെഡ് ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് അഗെയിൻ അഡാപ്റ്റീവ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനാണ്. വളരെ എക്സലൻറ്റ് സ്ക്രീൻ എന്ന് വേണം നമുക്ക് പറയാം. വെരി നൈസ്. സാംസങ്ങിൻ്റെ നോർമൽ സ്ക്രീൻ, ആമോലെഡ് സ്ക്രീൻ, ഓൾവേസ് സാംസങ്ങിൻ്റെ സ്ക്രീൻ ഈസ് ദ ബെസ്റ്റ് സ്ക്രീൻ. ഇപ്പോൾ ഈ ഫോൾഡിലും അവർ അതിമനോഹരമായിട്ട് അത് ചെയ്തിരിക്കുകയാണ്. ഈ നേരത്തെ നമുക്ക് അറിയാം ഈ ഫുൾ സ്ക്രീൻ, അതായത് ഫോൾഡ് 2-ൽ ആക്ച്വലി ഇതിൻ്റെ ഫോൾഡിങ് ഇച്ചിരൂടെ നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഒരു ഫോൾഡിങ് പാർട്ട് ഇച്ചിരൂടെ വിസിബിൾ ആയിരുന്നു. പക്ഷേ ഈ ഫോൾഡ് 3 വന്നപ്പോൾ അത് ഇച്ചിരൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഈവൻ ദോ ഒരു ചെറിയ ഫോൾഡ് ഉണ്ട് ഇവിടെ, എന്നിരുന്നാൽ തന്നെയും കമ്പയർഡ് ടു ഫോൾഡ് 2 ദിസ് ഈസ് ഫാർ ബെറ്റർ. അതായത് വളരെ ഇച്ചിരൂടെ നല്ലതായിട്ട്, അതായത് ഇച്ചിരൂടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവർ. ഇനിയും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യാമറ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ എന്ന് പറയുന്നത് 4 മെഗാ പിക്സൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ്. ഈ ക്യാമറ ഇവിടെ നമുക്ക് അധികം ഡിസ്ട്രോഷൻ ഫീൽ ചെയ്യുന്നില്ല. ഒരു ഫുൾ എഫക്റ്റിന് വേണ്ടി പഞ്ച് ഹോൾ ക്യാമറ റിമൂവ് ചെയ്തിട്ട് അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ് അവർ കൊടുക്കുന്നത്. ഒരു ചെറിയ ആർട്ടിഫാക്റ്റ് ഉണ്ട്, എന്നിരുന്നാൽ തന്നെയും നമുക്കൊരു ഫുൾ സ്ക്രീൻ വ്യൂ ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ആക്ച്വലി ഒരു ചെറിയ ഒരു ആർട്ടിഫാക്ട്സ് ഉണ്ടെങ്കിൽ തന്നെയും അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ്. അത് 4 മെഗാ പിക്സലാണ്. പക്ഷേ അത് സ്ക്രീൻ അടിയിലായതുകൊണ്ട്, പഞ്ച് ഹോൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ഫുൾ ഇമേഴ്സീവ് എഫക്റ്റ് സ്ക്രീൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ആപ്സൊക്കെ നമുക്ക് വളരെ, അതായത് ഫുൾ സ്ക്രീൻ നമുക്ക് വ്യൂ ചെയ്യാം. ഇതിൻ്റെ സെറ്റിങ്സ് അഗെയിൻ നമ്മൾ ടാബ്ലറ്റിലോ കാണുന്ന പോലെയുള്ള അതുപോലുള്ള സെറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ സ്ക്രീനിൽ നമ്മളൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആപ്പാണ് നമ്മൾ ആ ഫ്രണ്ട് സ്ക്രീനിൽ യൂസ് ചെയ്യുന്നത്, അത് കവർ ഡിസ്പ്ലേയിൽ എടുത്തത്, അത് വലുതായിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ കാണാം. അതായത് ഈ 7.6 ഇഞ്ച് സ്ക്രീനിൽ കാണാം. സോ ബേസിക്കലി വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ഫോൺ ആൻഡ് ടാബ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എക്സലൻറ്റ് ബിൽഡ് ക്വാളിറ്റി ഈസ് എക്സലൻറ്റ് കമ്പയർഡ് ടു ഫോൾഡ് 2. എക്സലൻറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ്. അതിമനോഹരമായി, അതായത് ഇതിൻ്റെ ഹിഞ്ചസ് ഒക്കെ ആക്ച്വലി വെരി സ്ട്രോങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഫോൾഡ് 2-ൽ ഇച്ചിരി ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോൾഡ് 3-ൽ വന്നപ്പോൾ അവരതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗ്യാപ്സ് എല്ലാം വളരെ ഫില്ല് ചെയ്തു. അതായത് ഇതിൻ്റെ അകത്ത് ഈ ഹിഞ്ചസിനകത്തുള്ള ഗ്യാപ്സും എല്ലാം അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ സ്റ്റേഡി ആയിട്ടുള്ള ബിൽട്ടാണ്. നമുക്കിനിയും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. ഇത് സ്നാപ്ഡ്രാഗൺ 888, അതായത് ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ പറ്റി ഞാൻ പറഞ്ഞു. ഫ്രണ്ടിൽ അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഡിസ്പ്ലേ ഫ്രണ്ടിൽ 6.2 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ അകത്ത് 7.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 256 GB സ്റ്റോറേജ് ആണ്, UFS 3.1 സ്റ്റോറേജ് ആണ്. അതുപോലെ 128 GB LPDDR5 റാം. ഇപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റേർണൽ എല്ലാം ലേറ്റസ്റ്റ് ആണ്. ഇതിൻ്റെ ക്യാമറയെ പറ്റി ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുണ്ട് ഫ്രണ്ടിൽ. അതുപോലെ ഈ സ്ക്രീൻ ഫ്രണ്ട് കവർ ഡിസ്പ്ലേയിലും ഒരു ക്യാമറയുണ്ട്. അതുകൂടാതെ ഈ ഫോണിൽ ഒരു 3 ക്യാമറ അവർ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 3ഉം 12 മെഗാ പിക്സലാണ്. ഫസ്റ്റ് വൺ ഈസ് f2.4 ടെലിഫോട്ടോ ലെൻസ് ഉള്ള ഒരു 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. ഈ 3ഉം അടുത്തത് ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ അടുത്ത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. അങ്ങനെ 3 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ സൈഡിൽ നമുക്കറിയാം സ്ക്രീനിലല്ല, ഇപ്പോഴത്തെ എല്ലാം ഇൻബിൽഡ് ഫിംഗർ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്രീനിലുള്ള ഇൻബിൽഡ് ഫിംഗർ പ്രിൻ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഹാർഡ്വെയർ ഫിംഗർ പ്രിൻ്റാണ്. ദിസ് ഈസ് ആക്സ് ആസ് എ പവർ ബട്ടൺ ഓൾസോ, ഓൺ ആൻഡ് ഓഫ് പവർ ബട്ടൺ. അതുപോലെ ഫിംഗർ പ്രിൻറ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഒരു വോളിയം റോക്കർ ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ ഈ പാർട്ടിൽ ഈ സൈഡിലായിട്ട് ഒരു ഡ്യുവൽ നാനോ സിം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിം കാർഡ് സ്ലോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡൗൺ പാർട്ട് വരുവാണെങ്കിൽ അഗെയിൻ
നമുക്ക് USB Type C കണക്ട് ചെയ്യാവുന്ന ഒരു കണക്റ്റീവ് പാർട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റീരിയോ സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലും ഒരു സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ മൈക്രോഫോൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനാണ്. നമ്മുടെ അതായത് പഴയ ഡിസൈൻ തന്നെ അവർ ഇച്ചൂടെ മോഡിഫൈ ചെയ്ത് ഇച്ചൂടെ ബ്രില്യൻ്റ് ആയിട്ട് ഇച്ചൂടെ നൈസായിട്ട്, അതായത് ദിസ് ടൈം ഫസ്റ്റ് ടൈം ഫോർ ദ ഫോൾഡ് വി ആർ ഗെറ്റിംഗ് IPX8 റേറ്റിംഗ്, അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഫോൺ. ഇത് നമുക്ക് 1 മീറ്റർ, അതായത് അപ് ടു 30 മിനിറ്റ്സ് 1 മീറ്റർ വെള്ളത്തിൽ നമുക്ക് ഇത് സേഫായിട്ട് യൂസ് ചെയ്യാമെന്നാണ് സാംസങ് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് പ്ലസ് ആക്ച്വലി. ഈ ഫോൾഡിൽ ഇത്രയും മനോഹരമായിട്ട്, അതായത് ബിൽഡ് ക്വാളിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്തു, അതിൻ്റെ കൂടെ വാട്ടർ റെസിസ്റ്റൻസ് കൂടി തരിക എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ അമേസിങ് ടെക്നോളജി. ആക്ച്വലി സാംസങ് ഫോൾഡ് ഡിസൈനിൽ സാംസങ് ഒരുപാട് മുന്നേറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി Z Fold 3 നമ്മുടെ ഇനിഷ്യൽ ഇംപ്രഷൻ, അതുപോലെ ഇതിൻ്റെ അൺബോക്സിങ്. നമുക്ക് ഈ ഫോണിനെക്കുറിച്ചുള്ള കൂടുതൽ ഒരു ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please like, subscribe my channel. We will see you in the next video. Thank you.